1971 ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം ആദ്യമായി ഏറ്റവും നിർണായകമായ ഒരു മോക്ക് ഡ്രിൽ പരീക്ഷണത്തിന് രാജ്യം നാളെ സാക്ഷിയാകും. ഇന്ത്യൻ സുരക്ഷാ സംവിധാനം വിലയിരുത്തുന്നതിനപ്പുറം പ്രതിരോധവും സമ്മർദ്ദവും എല്ലാം ഉൾച്ചേർത്ത് പഹൽഗാമിന് മറുപടി എന്താകുമെന്നൊരു രാഷ്ട്രീയ സന്ദേശം പാകിസ്ഥാന് നൽകാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. രഹസ്യമായി സർജിക്കൽ സ്ട്രൈക്ക് നടത്താനല്ല, വേണ്ടിവന്നാൽ സൈനിക ശക്തിയുടെ വിശ്വരൂപം കാട്ടാനും തയ്യാറാണെന്ന തന്ത്രപരമായ പ്രഖ്യാപനം. രാജ്യം ഞെട്ടിവിറച്ചുപോയ ഹീനമായ ആക്രമണം നടന്നിട്ട് 2 ആഴ്ച പിന്നിട്ടിട്ടും ഉടനടി ആയുധമെടുക്കാതെ ശക്തർക്ക് മാത്രം സാധ്യമായ സംയമനത്തിന്റെ പാതയിലാണ് രാജ്യം. പക്ഷേ തുടർച്ചയായ 12ാം ദിവസവും അതിർത്തിക്കിപ്പുറത്തേക്ക് വെടിനിർത്തൽ ധാരണ ലംഘിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇനിയും ഈ പ്രകോപനം തുടർന്നാൽ പരിചയ്ക്ക് വെട്ടിയൊഴിയില്ല, തിരിച്ചടി നൽകും. അതിന് രാജ്യം സർവ്വസജ്ജമാണെന്ന താക്കീത് നൽകുകയാണ് കേന്ദ്ര സർക്കാർ മോക്ക് ഡ്രില്ലിലൂടെ. ആദ്യം കാണാം RDX റാപ്പ് 59 സെക്കൻഡിൽ. അതിർത്തി സംസ്ഥാനങ്ങളിലും വിവിധ നഗരങ്ങളിലുമായി നാളെ നടക്കുന്ന മോക്ക് ഡ്രിൽ അതിനിർണായകമാണ്. എന്തെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടായാൽ സ്വയരക്ഷ ഉറപ്പാക്കാനുള്ള ബോധവത്കരണം പൗരന്മാർക്ക് നൽകുകയാണ് രാജ്യം. കശ്മീരിലെ ദാൽ തടാകത്തിലടക്കം ഇന്നു തന്നെ ആദ്യഘട്ട മോക്ക് ഡ്രിൽ നടന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രിയെ കണ്ട് മോക്ക് ഡ്രിൽ തയ്യാറെടുപ്പുകൾ വിശദീകരിച്ചു. അതിനിടെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം തുടർച്ചയായ 12ാം ദിവസവും പാകിസ്ഥാൻ പ്രകോപനം തുടർന്നു. 8 മേഖലകളിലാണ് പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. പഹൽഗാമിലെ സുരക്ഷാ വീഴ്ച കോൺഗ്രസ് വീണ്ടും ഉന്നയിച്ചെങ്കിലും രാഷ്ട്ര നേതൃത്വം എടുക്കുന്ന ഏതൊരു തീരുമാനത്തിനും പ്രതിപക്ഷത്തിന്റെ പിന്തുണയുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഭീകരാക്രമണത്തിന് 3 ദിവസം മുൻപ് പ്രധാനമന്ത്രിക്കടക്കം ഇന്റലിജൻസ് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു എന്നായിരുന്നു മല്ലികാർജുൻ ഖാർഗെയുടെ വിമർശനം. RDX റാപ്പ് ന്യൂസ് മലയാളം. രാജ്യം ഒരു മുന്നൊരുക്കം എന്ന നിലയിലാണ് മോക്ക് ഡ്രില്ലിലേക്ക് പോകുന്നത്. നാളെ വിവിധ സംസ്ഥാനങ്ങളിലെ യുദ്ധവേളയ്ക്ക് സമാനമായ മോക്ക് ഡ്രിൽ നടക്കും. അതിർത്തി സംസ്ഥാനങ്ങളിലും ഡൽഹി, മുംബൈ, ചെന്നൈ നഗരങ്ങളിലും മോക്ക് ഡ്രിൽ നടക്കും. ആകെ 244 സിവിൽ ഡിഫൻസ് ജില്ലകളിലടക്കം 259 ഇടങ്ങളിലാണ് മോക്ക് ഡ്രിൽ നടക്കുക. മോക്ക് ഡ്രില്ലിൽ വ്യോമാക്രമണ വേളയിലെ സൈറണുകൾ മുഴക്കും. സ്വയരക്ഷ ഉറപ്പാക്കുന്നത് എങ്ങനെയെന്ന് പൗരന്മാരെ ബോധവൽക്കരിക്കും. പെട്ടെന്നുള്ള ഒഴിപ്പിക്കൽ നടപടികളുടെ റിഹേഴ്സൽ നടക്കുകയും ചെയ്യും. ഏത് സാഹചര്യവും നേരിടാൻ വിദ്യാർത്ഥികൾക്ക് പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ അടിസ്ഥാന പരിശീലനം നൽകും. ജമ്മുവിലെ സ്കൂളുകളിൽ കുട്ടികൾക്ക് പരിശീലനം നൽകി തുടങ്ങിയിട്ടുണ്ട്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം ഇത്തരത്തിൽ മോക്ക് ഡ്രിൽ ആദ്യമായാണ്. മോക്ക് ഡ്രില്ലിന് മുന്നോടിയായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രധാനമന്ത്രിയെ കണ്ടു. ഇന്ത്യൻ സേന സജ്ജമാണ് എന്നുകൂടിയാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നത്. അതിവേഗ ആക്രമണത്തിന് വ്യോമസേന റഫാൽ പോർ വിമാനങ്ങൾ സജ്ജമാക്കി. എയർബേസുകളിൽ ഓപ്പറേഷൻ റെഡിനെസ് പ്ലാറ്റ്ഫോമുകളുടെ എണ്ണം കൂട്ടി. DRDO വികസിപ്പിച്ച അണ്ടർ വാട്ടർ മൈൻ നാവികസേന വിജയകരമായി പരീക്ഷിച്ചു. യുദ്ധക്കപ്പലുകളും സജ്ജം. സമുദ്ര പട്രോളിംഗ് വിമാനങ്ങൾ അടക്കം ഒരുങ്ങിക്കഴിഞ്ഞു. ജലയുദ്ധം ശക്തമാക്കാനുള്ള തയ്യാറെടുപ്പും ഇന്ത്യക്കുണ്ട്. സലാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഇന്ത്യ പൂർണ്ണമായി അടച്ചു. ചെനാബ് നദിയിലെ ബഗ്ലിഹാർ ഡാം ഷട്ടറുകൾ നേരത്തെ തന്നെ താഴ്ത്തി. ഡാമുകളിലെ അടിത്തട്ടുകൾ വൃത്തിയാക്കി സംഭരണശേഷി കൂട്ടാനുള്ള നടപടികൾ ആരംഭിച്ചു. മേഖലയിലെ ജലവൈദ്യുത പദ്ധതികൾ പൂർത്തിയാക്കുന്നത് വേഗത്തിലാക്കി. അതേസമയം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് പിന്തുണയേറുന്നു എന്നുള്ള സാഹചര്യമുണ്ട്. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് ഒപ്പമാണ് എന്ന് റഷ്യ പ്രഖ്യാപിച്ചു. പഹൽഗാം ഭീകരാക്രമണം കാടത്തമാണ് എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. പാകിസ്ഥാൻ ഇപ്പോഴും ചോദ്യമുനയിൽ തന്നെയാണ്. UN സുരക്ഷാ സമിതിയിൽ അംഗങ്ങളുടെ കടുത്ത ചോദ്യങ്ങൾ നേരിടുകയായിരുന്നു പാകിസ്ഥാൻ. പഹൽഗാം ആക്രമണത്തിൽ ലഷ്കർ-ഇ ത്വയ്ബയുടെ പങ്ക് ചോദ്യം ചെയ്ത് അംഗങ്ങൾ രംഗത്തെത്തി. ഇന്ത്യ പ്രകോപനം സൃഷ്ടിക്കുന്നു എന്ന് കശ്മീർ വിഷയം ഉയർത്തി പാകിസ്ഥാന്റെ ആരോപണമുണ്ടായി. കശ്മീർ വിഷയം എടുത്തിടുന്നത് പഹൽഗാമിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് എന്ന് ഇന്ത്യ പറഞ്ഞു. സുരക്ഷാ വീഴ്ച ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി. പഹൽഗാം ആക്രമണത്തിന് 3 ദിവസം മുൻപ് മോദിക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചിരുന്നു. പ്രധാനമന്ത്രി ജമ്മു കാശ്മീർ സന്ദർശനം റദ്ദാക്കിയത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. വിവരങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിട്ടും കേന്ദ്രം നടപടികൾ സ്വീകരിക്കാത്തത് എന്ത് എന്ന ചോദ്യമാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്.
കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്ന കാര്യത്തിൽ തർക്കമില്ല. ഭീകരർക്കെതിരായ നടപടിയിൽ സർക്കാരിനൊപ്പമുണ്ട് എന്ന് കോൺഗ്രസ് ആവർത്തിക്കുന്നു. പെഹൽഗാം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്ന് രാഹുൽ ഗാന്ധിയും പറഞ്ഞു. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി സർക്കാരിനൊപ്പം നിൽക്കുമെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. കൊല്ലപ്പെട്ട വിനയ് നേർവാളിന്റെ ഹരിയാനയിലെ വീട് രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. പാക് പ്രകോപനം ഈ ഘട്ടത്തിലും തുടരുകയാണ്. 12ാം ദിവസവും വെടിനിർത്തൽ കരാർ ലംഘിച്ച് അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം നടക്കുന്നു. കുപ്വാര, ബാരാമുള്ള, പൂഞ്ച്, രജൌരി, മെൻധാർ, നൌഷേര, സുന്ദർബനി, അഖ്നൂർ മേഖലകളിലെല്ലാം വെടിവയ്പുണ്ടായി എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. സനീഷ്, എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധത്തിന് തയ്യാറാണ് എന്ന മട്ടിലുള്ള ഒരു സൂചനയാണ് ഇന്ത്യ കൊടുക്കുന്നത്. കാരണം ഇപ്പോൾ ബാലാക്കോട്ടിൽ നടന്നതുപോലെയുള്ള ഒരു മിന്നലാക്രമണമല്ല ഉദ്ദേശിക്കുന്നത് എന്ന സൂചന കൂടിയാണ് കൊടുക്കുന്നത്. കാരണം 71-ന് ശേഷം ഇന്ത്യ യുദ്ധവിജയം നേടിയതാണ് 71-ൽ. അതിനുശേഷം അതിന് സമാനമായ ഒരു തയ്യാറെടുപ്പ് ഇവിടെ നടക്കുന്നു എന്ന പ്രതീതി ലോകമെമ്പാടും കൊടുക്കുക എന്നതുകൂടിയാണ്. പാകിസ്ഥാന് മാത്രമല്ല ആ സന്ദേശം കൊടുക്കുന്നത്, ലോകമെമ്പാടും കൊടുക്കുക എന്നതുകൂടിയാണ് ഇന്ത്യ ഇപ്പോൾ നടത്തുന്നത്. എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കാണുന്നത്? ഇതിപ്പോൾ ഹർഷം പറഞ്ഞതുപോലെ ഒരു സന്ദേശം കൊടുക്കുക, നമ്മൾ തയ്യാറാണ്, സജ്ജരാണ്, ഒരു യുദ്ധം വന്നാലും നമ്മൾ ഇന്ത്യ ആകെ, രാജ്യമാകെ, നമ്മുടെ പൗരന്മാരാകെ തയ്യാറാണ് എന്ന സന്ദേശം പുറത്തേക്ക് കൊടുക്കുക എന്ന നിലക്ക് അതിനെ കാണുന്നതാണ് എനിക്കിഷ്ടം. ഒരു യുദ്ധം യഥാർത്ഥത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്ന അനേകായിരം ലക്ഷക്കണക്കിന് ആളുകളിൽ ഒരാളാണ് ഞാൻ. യുദ്ധം സംഭവിക്കുകയില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ യുദ്ധത്തിന് സജ്ജരാണ്. ഇപ്പോൾ ഈ യുദ്ധത്തിന് വേണ്ടിയുള്ള ഈ മോക്ക് ഡ്രിൽ അടക്കമുള്ള കാര്യങ്ങൾ തന്നെയും യുദ്ധത്തിൻ്റെ ഭീകരത എന്താണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുന്നതാണ്. ഇപ്പോൾ 1971-ലാണ് 54 വർഷം മുമ്പാണ് ഇതുപോലൊരു സമാനമായ സാഹചര്യം, ബ്ലാക്ക് ഔട്ടൊക്കെ നടത്തുക പോലുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളൂ. 71-ൽ മാത്രം. അന്നത്തെ അനുഭവിച്ച ആളുകളിൽ ചിലരെങ്കിലും പറയുന്നത് പല മാധ്യമങ്ങളായിട്ട് എഴുതി വെച്ച് ഞാൻ വായിച്ചു. ഇപ്പോൾ എല്ലാ സൈറൺ കേട്ടാൽ വിളക്കുകളെല്ലാം അണച്ചിട്ട് മേശക്കടിയിലേക്ക് പോയി ഒളിച്ച് കിടക്കണം. പിന്നെ കാറിൻ്റെ അടക്കമുള്ള ലൈറ്റുകൾ പോലും തെളിയാൻ പാടില്ല. കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ശത്രു വിമാനത്തിൻ്റെ പൈലറ്റ് താഴേക്ക് നോക്കുമ്പോൾ ഈ വെളിച്ചമൊന്നും കാണാൻ പാടില്ല, കെട്ടിടത്തിൽ വെളിച്ചമൊന്നും കാണാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള പല സംവിധാനങ്ങളാണ്, കാര്യങ്ങളാണ്. അപ്പോൾ എന്തിനാണ് ഈ ബ്ലാക്ക് ഔട്ട്സ് അല്ലെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നടത്തുന്നത്? ആ മുകളിൽ നിന്ന് ബോംബ്, മഴ പോലെ താഴെ ബോംബ് വീഴും. നമുക്ക് ഓർമ്മയുണ്ടല്ലോ നിക്കുട്ടിൻ്റെ ലോകപ്രസിദ്ധമായ ചിത്രമുണ്ട്. വിയറ്റ്നാം യുദ്ധകാലത്ത് ഒരു പെൺകുട്ടി നഗ്നയായിട്ട് ഓടുന്നത്. ഈ ലോകത്ത് മുകളിൽ നിന്നിങ്ങനെ ഭീമാകാരമായിട്ട് ബോംബുകൾ പൊഴിയുന്നത്, ഇങ്ങനെ മഴ പോലെ പൊഴിയുന്നത് പല ഡോക്യുമെൻ്ററി ചിത്രങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് വന്ന് വീണിട്ട് ഹിരോഷിമ നാഗസാക്കിയിൽ താഴേക്ക് ബോംബ് വീണിട്ട് ഈ കൂണ് പോലെ വലിയ മല പോലെ ഇങ്ങനെ പുക പൊങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പതിറ്റാണ്ടുകളോളം അതിനിരയായ ആളുകൾ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ലോകത്തെ രാജ്യവും ബുദ്ധിമാന്മാരായ മനുഷ്യരും കോമൺ സെൻസുള്ള മനുഷ്യരും യുദ്ധം വേണം എന്ന് ആഗ്രഹിക്കുന്നേയില്ല. വിഡ്ഢികളാണ് യുദ്ധം വേണമെന്ന് ആഗ്രഹിക്കുക. മറ്റ് രാജ്യത്തിൻ്റെ തലപ്പത്തുള്ള ആളുകളാണെങ്കിലും മറ്റു മനുഷ്യരും കോമൺ സെൻസുള്ള ആളുകൾ ആരും യുദ്ധം വേണമെന്ന് ആഗ്രഹിക്കുന്നേയില്ല. യുദ്ധം ചെയ്യേണ്ടി വരുന്നതാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ രാജ്യത്തിലെ സാധാരണക്കാരായ 26 മനുഷ്യരെ ഈ തീവ്രവാദികൾ വെടിവെച്ച് കൊന്നു. അതിന് സഹായം നൽകിയത് രാജ്യം തന്നെയാണ് എന്ന് നമ്മൾ സംശയിക്കുന്നു. നമ്മുടെ സംവിധാനത്തിന് ആ കാര്യത്തിലൊരു തീർപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്യും, തിരിച്ചടിക്കും, അതിനുള്ള തയ്യാറാണ്, ഞങ്ങളുടെ ജനതയാകെ തയ്യാറാണ് എന്ന സന്ദേശം കൊടുക്കുകയും, എന്നിരുന്നാൽ പോലും യുദ്ധം വേണ്ട എന്ന് തീരുമാനിക്കുന്ന നേതാക്കളാണ് നമ്മുടെ തലപ്പത്തൊക്കെ ഉള്ളതെങ്കിൽ പോലും എന്തെങ്കിലും സംഭവിച്ചാൽ ഏറ്റവും കാഷ്വാലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ ചെയ്യുന്നു എന്നതാണല്ലോ നമ്മൾ നാളെ ഇപ്പോൾ കേരളത്തിലടക്കം നടക്കാൻ പോകുന്ന ഈ മോക്ക് ഡ്രില്ലുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. യുദ്ധം സംഭവിക്കാതിരിക്കട്ടെ, പക്ഷേ ഈ മോക്ക് ഡ്രില്ലുകൾ യുദ്ധമെന്ന് പറയുന്ന ഒരു വിനാശകരമായ സംഭവം എത്രമാത്രം വലിയ കുഴപ്പമുണ്ടാക്കും എന്നതിനുള്ള തെളിവായിട്ടാണ് തരുന്നത്. അപ്പോൾ എനിക്കിപ്പോഴും എൻ്റെ പ്രതീക്ഷ ഇത് നമ്മൾ സജ്ജരാണ് എന്ന സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധമെന്ന് പറയുന്നൊരു മഹാമാരിയിലേക്ക്, കുഴപ്പത്തിലേക്ക് നമ്മുടെ രാജ്യം പോകാതിരിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താജ്മഹൽ അടക്കം കറുത്ത തുണി കൊണ്ട് മൂടി എന്നതടക്കമുള്ള കഥകൾ ഈ ലോകമഹായുദ്ധകാലത്തും അതുപോലെ തന്നെ ഈ 71-ലെ യുദ്ധകാലത്തും എന്നൊക്കെ പറഞ്ഞ കഥകൾ, കൺഫേം ചെയ്യാത്ത കഥകൾ അന്തരീക്ഷത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ 54 വർഷത്തിനിടെ ആദ്യമായിട്ട് ഇങ്ങനൊരു കാര്യത്തിലേക്ക് പോകുന്നു. അപ്പോൾ നാളെ നമ്മൾ ഓർക്കേണ്ടത് ഈ യുദ്ധം വിനാശകാരിയാണ്. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇരുന്നിട്ട് ആളുകൾ അടിക്കൂ, യുദ്ധം ചെയ്യൂ എന്ന് ഇങ്ങനെ ജിങ്കോയിസ്റ്റ് മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് തിരിയാണ് വേണ്ടത് എന്ന് തോന്നലുണ്ടാകുന്നൊരു കാര്യമാണ് എനിക്കിത്. ഹർഷം, ശരിക്കും ആ കാര്യത്തിലൊരു സംശയവുമില്ല. യുദ്ധമല്ലാതെ എന്ത് എന്നത് തന്നെയാണ് ഏറ്റവും പ്രാഥമികമായും ഏറ്റവും ഒടുവിൽ വരെയും ആലോചിക്കേണ്ടത്. ആ കാര്യത്തിലൊരു സംശയവുമില്ല. ഇവിടെ എനിക്ക് തോന്നുന്നത് ഒരു യുദ്ധമുണ്ടായാൽ അത്തരമൊരു സാഹചര്യത്തെ നേരിടാൻ ഞങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ട്. ചിലപ്പോൾ ഒരു തിരിച്ചടി ഉണ്ടായേക്കാം, ഒരു മിന്നലാക്രമണം. ഇപ്പോൾ ബാലാക്കോട്ടിന് സമാനമായുള്ള ഒരു മിന്നലാക്രമണം പോലും
വേണമെങ്കിൽ അതൊരു യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. അതിൻ്റെ ഒരു തുടർച്ച എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നതോ നമ്മൾ വിചാരിക്കുന്നതോ ആയിരിക്കില്ല, നമ്മൾ സങ്കല്പിക്കുന്നത് തന്നെ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു തിരിച്ചടി ഉണ്ടായാൽ അതിനനുസരിച്ച് അതൊരു യുദ്ധമായി വളർന്നേക്കാം. ഇപ്പോൾ ലോകമഹായുദ്ധങ്ങൾ പോലും ആ നിലയ്ക്ക് ചെറുതായി തുടങ്ങി പിന്നെ വേറൊരു തലത്തിലേക്ക് വളരുന്നത് തന്നെയാണല്ലോ കണ്ടത്. പിന്നെ രാജ്യങ്ങൾ അതിൽ പക്ഷം പിടിക്കുന്നു, അതിനനുസരിച്ച് ആ യുദ്ധം വളരുന്നു, അങ്ങനെയൊക്കെ അതിന് മാറ്റം സംഭവിക്കുന്നു. അതുകൊണ്ട് ഒരു യുദ്ധം ഉണ്ടായിക്കൂടാ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എന്ത് സാഹചര്യത്തെയും നേരിടാൻ നമ്മൾ തയ്യാറാണ്. ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, 13 സംസ്ഥാനങ്ങളിലായാണ് ഈ 26 പേർ കൊല്ലപ്പെട്ടത്. 26 പേർ കൊല്ലപ്പെടുന്നത് 13 സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. അതായത് ഇന്ത്യ മുഴുവൻ ഞെട്ടി, ഇന്ത്യ മുഴുവൻ ഉലഞ്ഞു. അപ്പോൾ ഒരു വലിയ അവിശ്വാസം, അത് ഒരു സംശയവുമില്ല. ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ ശക്തമായ ആരോപണവുമായി ഇന്ന് രംഗത്തെത്തുമ്പോൾ അതൊരു ഉത്തരവാദിത്വമില്ലാത്ത ആരോപണം എന്ന് നമുക്ക് ഒറ്റയടിക്ക് തള്ളിക്കളയാനും കഴിയില്ല. കാരണം ഒരു സുരക്ഷാ വീഴ്ച ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുക കൂടിയാണ് അവിടെ മല്ലികാർജ്ജുൻ ഖാർഗെ. അതായത് സുരക്ഷാ വീഴ്ചയെ അഡ്രസ്സ് ചെയ്യാതെ ചാടിക്കയറി ഒരു യുദ്ധത്തിലേക്ക് പോകരുത് എന്ന് ഭംഗ്യന്തരേണ പറയുക കൂടിയായിരിക്കാം ആ ആരോപണത്തിലൂടെ എന്ന് ഞാൻ കരുതുന്നു. കാരണം നേരെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ഇവിടെ ഈ ഇന്ത്യയുടെ മണ്ണിൽ കടന്നു കയറി പാകിസ്ഥാൻകാരായ ആളുകൾ തന്നെ കടന്നു കയറി ഇവിടെ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു. അതും അത്രയും ഏറ്റവും സുരക്ഷ വേണ്ട ഒരു സ്ഥലത്ത് ആക്രമണം നടത്തിയിട്ട് അവർക്ക് രക്ഷപ്പെടാനുള്ള അവസരം ലഭിച്ചു. അതാണ് പ്രശ്നം. അതുമാത്രമല്ല, നമ്മൾ പലവർത്തി നേരത്തെ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇവിടെ ഉള്ള സമയത്ത് എല്ലാ കാലത്തും അമേരിക്കയുടെ ഏതെങ്കിലും തരത്തിൽ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ഒക്കെ ഇവിടെ വരുമ്പോൾ കാശ്മീരിൽ ആക്രമണം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് പ്രതീക്ഷിക്കേണ്ടതായിരുന്നു. തഹാവൂർ റാണയെ ഇവിടെ കൊണ്ടുവന്ന സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷ അവിടെ ഏർപ്പെടുത്തേണ്ടതായിരുന്നു. ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പോയി എന്നുള്ള ആരോപണം, വിമർശനം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആ ആരോപണത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കേണ്ടത് കൂടിയുണ്ട്. അതും ഇതിൽ ഒരു ലക്ഷ്യമാവാം. കാരണം വളരെ സജീവമായി രാജ്യം മുഴുവൻ ഒരു തയ്യാറെടുപ്പ് നടത്തുന്നു. നമ്മൾ യുദ്ധം വന്നാലും നേരിടുമെന്നുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നു. അപ്പോൾ അങ്ങനെ ആളുകളെ ഈ നിരാശയിൽ നിന്ന്, ഒരുപക്ഷെ കാരണം ഇവിടെ കയറി വന്ന് അടിച്ചിട്ട് പോയില്ലേ, അതിൻ്റെ ഒരു നിരാശയുണ്ടാവുമല്ലോ, ആ നിരാശയിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ടാവാം. അതല്ലാതെ ഇന്ത്യ അതിൻ്റെ ഒറ്റ കാര്യം കൂടെ പറയാം സനീഷേ, ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവർ ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്നത് അല്ലെങ്കിൽ ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നത് രാഷ്ട്രത്തിൻ്റെ വളർച്ചയെക്കുറിച്ചാണ്, പ്രത്യേകിച്ച് സാമ്പത്തിക വളർച്ചയെക്കുറിച്ചൊക്കെ. അപ്പോൾ ആ വളർച്ചാ നിരക്കിനെ കുറിച്ചാണ്. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായി എടുത്തുയർത്തി കാട്ടാൻ ശ്രമിക്കുന്നത്. ഒരു യുദ്ധത്തിലേക്ക് പോയാൽ നേട്ടങ്ങളായിരിക്കുമോ പിന്നെ എടുത്തു കാട്ടാൻ ഉണ്ടാവുക എന്ന് നമുക്ക് പറയാനാവില്ല. അപ്പോൾ ഈ നേട്ടങ്ങളിൽ നിന്ന് പിൻവാങ്ങാനുള്ള ഒരു ശ്രമം BJP സർക്കാർ നടത്തുമോ എന്ന കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. അതിനകത്ത് ഒരു കാര്യം, ഈ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വിമർശനം, അതായത് യഥാർത്ഥത്തിൽ ഈ ആക്രമണമുണ്ടായി 26 നമ്മുടെ ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് മല്ലികാർജ്ജുൻ ഖാർഗെ പോലെ രാജ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന വലിയ പാർട്ടിയുടെ, പ്രതിപക്ഷ പാർട്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ പറയുകയാണ്, അതായത് ഈ മോദിക്ക് നേരത്തെ കിട്ടിയിരുന്നു ഇൻഫർമേഷൻ, ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇവിടെ ആക്രമണം ഉണ്ടാകുമെന്ന് കിട്ടിയിരുന്നു. നരേന്ദ്രമോദി അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചത്, ക്യാൻസൽ ചെയ്ത് റദ്ദാക്കിയത് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയത് കൊണ്ടാണ്. അത് 3 ദിവസം മുമ്പായിരുന്നു ഈ ആക്രമണത്തിന് മുമ്പ് എന്നത് അതിഗുരുതരമായിട്ടുള്ള വിമർശനമാണ്. അതായത് പ്രധാനമന്ത്രിക്കും സർക്കാരിനും നേരത്തെ അറിയാമായിരുന്നു, അവർ മുൻകരുതലെടുത്തു, പ്രധാനമന്ത്രിയെ സേഫാക്കി, പ്രധാനമന്ത്രി അങ്ങോട്ട് പോയില്ല. പക്ഷേ അവിടെയുള്ള സിവിലിയൻസിന് സുരക്ഷ കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടു. ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് അവിടെ എന്തെങ്കിലും ഭീകരാക്രമണം നടക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ നടക്കുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ട് ഉപയോഗിച്ചില്ല എന്ന അതിഗുരുതരമായിട്ടുള്ള വിമർശനമാണ്. കാരണം ആ സമയത്ത് മോദിക്ക് വിദേശത്താണ്, പ്രധാനമന്ത്രിയുടെ പരിപാടി വിദേശത്താണ്. അതിന്റെ വസ്തുതകൾ എന്തായാലും, അതിന്റെ തെളിവെന്തോ മുന്നോട്ട് വെച്ചാലും, പക്ഷേ ഈ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഈ ഘട്ടത്തിൽ നാളെ മോക്ക് ഡ്രിൽ നടക്കാനിരിക്കെ ഇന്ന് അങ്ങനെ ഒരു വിമർശനം മുന്നോട്ട് വെച്ചത് പെട്ടെന്ന് പറഞ്ഞു പോയതാവില്ലല്ലോ. ആ പാർട്ടി തീരുമാനമെടുത്തിട്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സർക്കാരിൻ്റെ മേലെ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ അതിശക്തമായിട്ട് തന്നെ നിൽക്കുകയാണ്. നാളെ ഇപ്പോൾ ഒരു സൈനിക നടപടിയിലേക്ക് പോയാലോ പോകാതിരുന്നാലോ ഒക്കെ ഈ പറയുന്ന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന വീഴ്ച എന്നത് വളരെ പ്രധാനപ്പെട്ടതും വലുതുമാണ് എന്ന കാര്യം കോൺഗ്രസ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് നിശ്ചയമായിട്ടത് വേണ്ടതുമാണ്. മറ്റൊരു കാലത്തായിരുന്നെങ്കിൽ കുറെ കൂടെ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാലത്തായിരുന്നെങ്കിൽ BJP ഇതേക്കാൾ ശക്തമായിട്ടൊരു പക്ഷേ ഇതേ കാര്യങ്ങൾ എതിർത്തുകൊണ്ട് പറഞ്ഞേനെ എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും നമ്മുടെ കേന്ദ്ര സംവിധാനങ്ങളുടെ വീഴ്ച എന്നതിലേക്ക് കാര്യങ്ങൾ കൂടുതലായിട്ട് എത്തുകയും ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നു. തീർച്ചയായും സമ്പൂർണ്ണമായി നമ്മളുടെ സുരക്ഷാ വീഴ്ചകളുടെ പഴുതടയ്ക്കുക എന്നത് ഒന്നാമത് ചെയ്യേണ്ട കാര്യമാണ്. മാത്രമല്ല സാമ്പത്തികമായും മറ്റേതെങ്കിലുമൊക്കെ തരത്തിൽ പാകിസ്ഥാനെതിരെ ഉപരോധം ഏർപ്പെടുത്തുകയോ മറ്റ് നിയന്ത്രണ നടപടികളിലേക്ക് പാകിസ്ഥാനെ മറ്റ് വിദേശ രാജ്യങ്ങളെ എത്തിക്കുകയോ ഒക്കെ ചെയ്യുക എന്ന തന്ത്രം തന്നെ ഇന്ത്യ പരമാവധി പയറ്റുന്നതാണല്ലോ ഒരു കരുത്തുറ്റ രാജ്യത്തിൻ്റെ ലക്ഷണം. മറ്റു രാജ്യങ്ങളെ ഈ നിലപാടിനൊപ്പം കൊണ്ടുവരികയും
ആ രാജ്യങ്ങളെല്ലാം ഏർപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കുകയും ഒക്കെ ചെയ്യാനുള്ള ഒരു ശേഷി ഇന്ത്യ കാണിക്കുന്നുണ്ട്. ഇതുവരെ അത് കാണിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് പക്വമായുള്ള സമീപനമാണ് ഈ ആക്രമണത്തിന് ശേഷം ഇന്ത്യ കാണിച്ചിരിക്കുന്നത് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഒരു യുദ്ധമുണ്ടായാൽ സ്വാഭാവികമായും സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തിക തകർച്ചയുണ്ടാകും, സാമ്പത്തിക അസ്ഥിരതയുണ്ടാകും, ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകും. അങ്ങനെ പല തലത്തിലുള്ള പ്രതിസന്ധികളിലേക്കാണ് പിന്നീട് ഈ വളർച്ചാ നിരക്കെല്ലാം മാറിമറിയും. ഇപ്പോഴത്തെ സ്വപ്നങ്ങൾ തന്നെ മാറും. അത്തരമൊരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മളാരും ഇന്ത്യക്ക് ആ നിലയ്ക്ക് ഒരു ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കരുത് എന്നുള്ള നിലപാടുകാരല്ല. ശക്തമായ നിലപാട് തന്നെ സ്വീകരിക്കണം. പക്ഷേ ഒരു യുദ്ധമാണ് പരിഹാരം എന്ന മട്ടിൽ നമുക്ക് ഒറ്റയടിക്ക് ഒരു തീരുമാനത്തിലെത്തുന്നത് എത്രത്തോളം ആശാസ്യമാണ് എന്നതുകൂടി നോക്കണം. ഏത് നിമിഷവും എന്ത് സാഹചര്യവും നേരിടാൻ ഇന്ത്യൻ കര, വ്യോമ, നാവികസേനകൾ തയ്യാറെടുത്തു കഴിഞ്ഞു. UN സുരക്ഷാ സമിതിക്ക് മുന്നിലടക്കം പാകിസ്ഥാനെ തുറന്നു കാണിക്കാനും നയതന്ത്ര നീക്കങ്ങളിലൂടെ അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കാനും ഇന്ത്യക്കായി. ഇനി ഇന്ത്യ ആയുധമെടുത്ത് അടിക്കുമോ? ആ ചോദ്യമാകും പാകിസ്ഥാനുള്ളിൽ നാളെ ഉയരുക. ഇന്ത്യയുടെ ഈ സുരക്ഷാ തയ്യാറെടുപ്പ് പാകിസ്ഥാനെ ജാഗ്രതയുടെ മുൾമുനയിലെത്തിക്കും. അതിർത്തിയിലെ പ്രകോപനം തുടരണോ എന്നവരെ 3 വട്ടം ചിന്തിപ്പിക്കും. സുരക്ഷയിലും പ്രതിരോധത്തിലും ഇന്ത്യക്കൊപ്പം ഓടിയെത്തണമെങ്കിൽ പാകിസ്ഥാൻ ഇപ്പോഴുള്ള പടക്കോപ്പൊന്നും പോരാ. IMF വായ്പയിൽ ഓടുന്ന ആ രാജ്യത്തിന് അതൊട്ടും എളുപ്പവുമാകില്ല. ആയുധമെടുത്ത് പ്രഹരിക്കാതെ തന്നെ ശത്രുവിന് ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക എന്ന ഇന്ത്യൻ തന്ത്രം തന്നെയാണിത്. യുദ്ധം ഒഴിവാകട്ടെ എന്ന ദേശീയ ലക്ഷ്യം തന്നെ നടപ്പാകട്ടെ എന്ന് RDXും ആഗ്രഹിക്കുന്നു. ഇതിനെല്ലാമിടയിലും കശ്മീരിൽ ആക്രമണ സാധ്യത ചൂണ്ടിക്കാട്ടി ഏപ്രിൽ 22-ന് 3 ദിവസം മുൻപ് ലഭിച്ച ഇന്റലിജൻസ് മുന്നറിയിപ്പ് പ്രധാനമന്ത്രിയും കേന്ദ്രവും കണക്കിലെടുക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യം പ്രസക്തമായി തന്നെ തുടരുകയാണ്. RDX അടുത്ത വിഷയത്തിലേക്ക്.